ജഗതി ചേട്ടന്റെ കുറെ മാനറിസങ്ങളുണ്ടല്ലോ. ഫൈറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പിടിക്കണത്, പിന്നെ പടക്കെറിയണത്. ഇപ്പൊ ഞാനൊരു 10 കോടി വെച്ച് അങ്ങനത്തെ മാനറിസങ്ങളും ജഗതി ചേട്ടന് മുമ്പ് കണ്ടിട്ടില്ല. അത് ഒരു പ്രത്യേക ക്യാരക്ടറാണ് പടക്കം. ജഗതി ചേട്ടൻ വരുമ്പോ എന്ന് പറഞ്ഞാല് ജഗതി ചേട്ടൻ എപ്പോഴും ഈ കഥാപാത്രം പുള്ളി എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ഈ കഥാപാത്രം എത്ര വരെ പഠിച്ചിട്ടുണ്ട് ചോദിക്കും. വിദ്യാഭ്യാസം ഉണ്ടാന്ന് ചോദിക്കും. അപ്പൊ ചേട്ടാ കാണില്ല, ഇയാള് ഒരു മാക്സിമം 8ലോ 9ലൊക്കെ വെച്ചിട്ടൊക്കെ പഠിത്തം നിർത്തി പോയിട്ടുണ്ടാവും. അപ്പം അത്രേ ഉള്ളൂ. അപ്പം തറയാണ് പറയും. അപ്പം നമുക്ക് അങ്ങനെ പിടിക്കാതൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാരക്ടറിൻ്റെ, പിന്നെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും. ഇയാൾക്ക് ഭാര്യയുണ്ടോ, അങ്ങനെയുണ്ട്, കുടുംബമുണ്ടോ, എങ്ങനെയാണ്. അപ്പോൾ ഇല്ല, ഇയാളിങ്ങനെ ചെറിയ ലോക്കൽ വലിയ ഗുണ്ടൊന്നും അല്ല, ഇങ്ങനെ ആൾക്കാരെ തന്നിൽ ചെറിയവരെയൊക്കെ പേടിപ്പിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന പരിപാടിയുള്ളൂ, അല്ലാണ്ട് വലിയ വലിയ കക്ഷികളൊന്നും ഇല്ല എന്നൊക്കെ പറയും. എന്നിട്ട് പുള്ളിയുടേതായ ഒരു ശൈലിയിൽ പുള്ളി അത് പിടിക്കേണ്ടത്. അത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ മാനറിസങ്ങളൊക്കെ പുള്ളി തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ്. അതാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പുള്ളി അത് സ്ക്രിപ്റ്റിലുള്ളതാണ്. അത് എൻ്റെ ഞാൻ പണ്ടൊരു ഏകാംഗ നാടകം എഴുതിയിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് പറയുന്ന, നീ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ടാറ്റ വരുമല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിങ്ങനെ മനസ്സിൽ കിടന്നു വെച്ചാൽ ഒരു ചെറിയ ഏകാംഗ നാടകം, കോമഡി നാടകം എഴുതി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വന്നപ്പോ ക്ലബായതാണ്. അപ്പൊ നിസാര കാര്യത്തിന് വേണ്ടി, അതായത് ഒരു ഗുണ്ട വന്നിട്ട് ഒരുത്തനെ തല്ലുന്നതിനൊക്കെ വലിയ വലിയ കാര്യങ്ങളുണ്ടാവും. നീ സാക്ഷി പറഞ്ഞല്ലേ മറ്റന്ന്, അതൊന്നും ഇല്ലാണ്ട് ഒരു സില്ലി മാറ്റർ പറയാ, ആ പറയുന്നതിലൊരു ചിരി കിട്ടാവുന്ന ഒരു കാരണം ഉണ്ടാകാം, അതിനൊരു സാധ്യതയും ഉണ്ടാവുമല്ലോ. പോലീസ് അറസ്റ്റ് ജീപ്പ് പോകുമ്പോൾ ഒരുത്തൻ നിന്നിട്ട് ടാറ്റ കൊടുത്താല് അതൊരു ഇൻസൾട്ടിങ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇത് പറഞ്ഞ ടാറ്റയല്ല, പോകണ്ട എന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മറുപടി കിട്ടി നമുക്ക്. അതങ്ങനെ ഒരു കെമിസ്ട്രി നമ്മൾ എഴുതുമ്പോ ചില കൗണ്ടറുകൾ വരും, അതങ്ങനെ വന്നു പോകുന്നതാണ്. ഈ ട്രഷർ ഷണ്ടിങ് ഒക്കെ സ്ക്രിപ്റ്റിൽ തന്നെ അതുണ്ടായിരുന്നതാണ്. അത് അവിടെ അങ്ങനെ എനിക്ക് ആക്ച്വലി അത് അൻവർ പറഞ്ഞാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവമൊക്കെ അവിടെ നടത്താറുണ്ടെന്നൊക്കെ അറിയുന്നത്. അപ്പൊ പിന്നെ കുറെയൊക്കെ നമ്മള് സിനിമക്ക് വേണ്ടിയിട്ട് അതിന്റെ ഒരു ക്ലൈമാക്സ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവര് അത് അടിയുണ്ടാക്കുന്ന സിറ്റുവേഷനിലൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കുറച്ച് ഇമാജിനേഷൻസ് ഉള്ള ക്യാരക്ടറാണല്ലോ ഇവര്. ഇപ്പൊ തലയിടിച്ച് വീണു ബാത്റൂമിൽ പോയപ്പോ എന്ന് പറയുമ്പോ, ഓ മറ്റേ സ്വിമ്മിംഗ് പൂൾ അത് വെച്ച് ഡൈവ് ചെയ്ത് പറയണത് അങ്ങനെ സാധാരണ ആൾക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ. ഈ സൈസുള്ള ഓറഞ്ച് ഞങ്ങൾ ഇങ്ങനെ അടുത്തോട്ടം മേടിച്ചോണ്ടിരാന്നൊക്കെ പറയുന്നത് സാധാരണ ആളങ്ങനെ ചിന്തിക്കില്ല. അപ്പൊ ഈ ബിജുകന്റെ ക്യാരക്ടറിന് മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾ വരണം, അതൊക്കെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതെ, അതെന്ന് വെച്ചല്ലേ, ഈ ചില കഥാപാത്രങ്ങളുടെ ഒരു സൃഷ്ടി വരുമ്പോ അവർക്ക് ഹ്യൂമർ താനെ വരും എഴുതുമ്പോൾ. ചില ക്യാരക്ടേഴ്സിന് ഹ്യൂമർ വരില്ല. നമ്മൾ സീരിയസ് ആയിട്ട് പിടിക്കുന്ന ഒരു കഥാപാത്രത്തിനെ പെട്ടെന്ന് ഒരു 2-3 സീനിൽ കോമഡി പറയിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കോമഡി എഴുതാൻ പറ്റില്ല അവർക്ക്, അവരുടെ ആ സ്വഭാവം വെച്ചിട്ട്. നമ്മളിപ്പോൾ ജീവിതത്തിൽ തന്നെ എടുത്തോ, ഒരു തമാശ പറയുന്ന നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ അവൻ എന്നും ഏത് സിറ്റുവേഷനിലും തമാശയിലൂടെ പറഞ്ഞു പോകുള്ളൂ. അവൻ സീരിയസ് ആകുന്നതൊക്കെ വല്ല മരണം നടക്കുമ്പോഴൊക്കെ മാത്രമോ, അവന്റെ കുടുംബത്തിൽ വല്ല മരണം നടക്കുമ്പോൾ മാത്രമോ ഒരു സീരിയസ് ആയിട്ടിരിക്കുന്ന നമ്മൾ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോ അവൻ പഴയ മൂഡിലേക്ക്, അവന്റെ ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവമാണത്. അപ്പൊ ഈ ചില കഥാപാത്ര സൃഷ്ടിയിൽ നമുക്ക് ഹ്യൂമറുകൾ താനെ നമുക്ക് എഴുത്തുകാരന് വന്ന് ഭവിക്കും. കാരണം ഇത് ഈ ചോട്ടാമൊബൈൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാങ് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതം വളരെ നിസ്സാരമായിട്ട് കാണുന്ന തരികിട പരിപാടികൾ ഒപ്പിച്ച് കാര്യങ്ങൾ നടത്തണം. മലേഷ്യയിൽ പോകാനായിട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, അത് അവിടെയും പറ്റിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന, ജീവിതത്തെ ഒരു ദിശാബോധമില്ലാത്ത ഒരു യുവത്വം എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ളവർക്ക് ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. അപ്പൊ അവന്മാര് നല്ല കൗണ്ടറുകൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും എന്ന് പറയുന്ന ഒരു ഇപ്പൊ മട്ടാഞ്ചേരി കൊച്ചി ബേസ് ആയപ്പോ ഈ കഥാപാത്രത്തിന് എന്ത് പേരിടും എന്നുള്ളൊരു ആലോചനയിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടിയതാണ് വാസ്കോഡ് ഗാമയുടെ വാസ്കോ ഇടാന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ആലോചിച്ച് ഈ ഗ്യാങ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാം. ഇപ്പം ലാലേട്ടൻ്റെ ഒരു പ്രായം ഉണ്ടല്ലോ, ആ ലാലേട്ടനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഈ 4 പേരെന്ന് പറയുന്നത് വേണമെങ്കിൽ മനോജ് കെ ജയൻ പോലെയുള്ള ലാലേട്ടനെ ബാലൻസ് ചെയ്യുന്ന, കൂട്ടുകാരെന്ന് തോന്നിപ്പിക്കുന്ന അതേ പ്രായത്തിലുള്ള 4 പേരെ ഇടാം. അപ്പോൾ ഒരു ഹെവിനെസ് വരും ഒരു ഗ്യാങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആലോചിച്ചത് മിക്സ് ചെയ്തിട്ട് ലാലേട്ടനും സിദ്ദിഖും, അപ്പൊ അവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അതിന്റെ താഴെ ഇന്ദ്രജിത്ത്,
അതിന്റെ താഴെ അതിനേലും പ്രായം കുറഞ്ഞ മണിക്കൂട്ടനും ബിജുക്കൂട്ടനും, ഇങ്ങനെ ഒരു ഗ്യാങ് ആക്കാം. അപ്പൊ ഒരു യൂത്തിന്റെ ഫ്ലേവറും മൊത്തത്തിൽ വന്നിട്ട് ഇവര് ആ ഒരു യൂത്തിന്റെ കൾച്ചറിലേക്ക് ഇവര് മെർജാവും. അപ്പൊ ആ ഹെവിനെസ് മാറിയിട്ട് ആ ഈ കുസൃതിയൊക്കെ വർക്കാവും. അപ്പൊ ഈ കുട്ടിത്തരം വർക്കാണെങ്കിൽ ഈ അജാനവാഹുക്കളായ 4 പേര് നിന്ന് ഈ കുട്ടിത്തം ഇത് കളിക്കുന്ന ഇത്ര പ്രായവര് കിടന്ന് കോമാളി കളിക്കും. ഇപ്പൊ ബിജുക്കുട്ടനും മണിക്കുട്ടനൊക്കെ എന്ത് പറഞ്ഞാലും അവരുടെ പ്രായത്തിന്റെ ഒരു കൺസെഷൻ നമുക്ക് കിട്ടും അല്ലേ. പിന്നെ മുള്ളൻ ചന്ദ്രപ്പൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ലുക്ക് ബേസിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ കോമഡിയിൽ കയറിക്കോളും. പിന്നെ ലാലേട്ടനെ കൊണ്ടും എന്തും പറയിപ്പിക്കുക. അപ്പൊ ഈ അങ്ങനെ ചിലവരുണ്ട്. ഈ എൻ്റെയൊക്കെ അനുഭവത്തിൽ തന്നെ എന്ന് പറഞ്ഞാല് എനിക്കുണ്ടായിരുന്നു അങ്ങനെ കുറെ എനിക്ക് നേരം മറിച്ചായിരുന്നു. നല്ല പ്രായമുള്ളവരായിരുന്നു എൻ്റെ കൂട്ടുകാർ. അതായത് ഞാർക്ക ശ്രീനി, ജേക്കബ് ഞാർക്ക്. അപ്പൊ ഞാൻ 19-20 വയസ്സിൽ തന്നെ നാടകൃത്തായപ്പോൾ ഈ നാടക നടന്മാര് ആയിട്ടാണ് കൂടുതൽ അടുപ്പം. അപ്പൊ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളവരൊക്കെ. പക്ഷെ എന്നെ കാണാൻ വരുന്നതും നാടകം എഴുതിക്കാൻ വരുന്നതും ട്രൂപ്പ് നടത്തുന്നതൊക്കെ ഈ പ്രായമുള്ളവരായതുകൊണ്ട് ക്രമേണ ഞാൻ ഇവരായിട്ടാണ് കമ്പനി. സിങ്കും എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ കൂട്ടുകാർ നാട്ടിലുള്ള കൂട്ടുകാർ ഒഴിച്ച് കലാരംഗത്തെ എൻ്റെ കൂട്ടുകാരെല്ലാം നല്ല പ്രായമുള്ള. ഞാനന്ന് 20 വയസ്സുള്ളപ്പോൾ എനിക്ക് 55. അപ്പോൾ എൻ്റെ ഇവിടെ പറയും എൻ്റെ പെങ്ങളുടെ ഭർത്താവ് വളി എൻ്റെ കൂട്ടുകാരൊക്കെ വയസ്സന്മാരെല്ലാം പറയും. അപ്പൊ അത് നമ്മളുടെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് പെടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ വരുന്നതാണത്. അത് നമ്മളറിയാണ്ട് തന്നെ നമ്മളുടെ രംഗമായിട്ട് ഇപ്പൊ കലാരംഗമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഫോം ചെയ്യും. അത് നമ്മൾ ഈ ഉത്സവപ്പറമ്പ്, ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും വട്ടം വളഞ്ഞിരുന്ന് വർത്താനം പറയുന്ന നാട്ടിൻ പുറത്ത് കുറച്ചുണ്ടാവും. അങ്ങനെ ചില ഗ്യാങ് വയ്ക്കും. അതിൽ ചിലർ മിക്സ്ഡ് ആയിട്ട് പ്രായം കുറഞ്ഞവരും കൂടിയവരും ഒക്കെ പലരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ കാണാറുണ്ട്. ആ ഗ്യാങ്ങിൽ ചെന്ന് പെടും. പ്രായമുള്ളവരുടെ ഗ്യാങ്ങിൽ ചെന്ന് ചിലവർ ചെറുപ്പക്കാര് പ്രായമുള്ളവരുടെ പിന്നെ പ്രായമുള്ളവർ ചെറുപ്പക്കാരുടെ ഗ്യാങ്ങിലും വന്ന് വിടും. അങ്ങനെ അപ്പൊ നമ്മളിത് ഭയങ്കര പ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ ഇവരുടെ ഈ കുസൃതി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയത്. ഈ ബൈബിള് കുറെ വായിക്കുന്നു, ബൈബിൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുസ്തകം കേട്ടിട്ടുണ്ട്. അതിൽ നിന്നാണോ ഈ ഐഡിയ കിട്ടുന്നത് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാന്ന്? അതൊരു ക്രിസ്ത്യൻ ഫാമിലി ആവുമ്പോൾ എന്തായാലും അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് എനിക്കത് വരും. ഈ സന്ധ്യാപ്രാർത്ഥനയോ അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വരും. ഇപ്പൊ മേരിക്കൊണ്ടൊരു കുഞ്ഞാടാണെങ്കിൽ ഈ സിമിത്തേരിയില് മറ്റേ ഇതുണ്ടല്ലോ ആത്മക്കാരുടെ ദിവസം, അതൊന്നും സിനിമയിൽ വന്നിട്ടില്ല അങ്ങനെയുള്ള ഈ കുഴിമാടങ്ങളിൽ നിറച്ച്. അപ്പൊ അതിന്റെ ഒരു വിഷ്വലും നമുക്ക് കിട്ടുവേ. കാരണം നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം. ഞാനിത് കുറച്ചധികം സിനിമകളുടെ അടുത്ത് നോക്കിയപ്പോ സ്ഥിരമായിട്ട് വരുന്ന 2 കാര്യങ്ങളാ. ഒന്ന് ഈ ബൈബിൾ അല്ലെങ്കിൽ ക്രിസ്തു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, മറ്റേത് കടല്. ഇത് രണ്ടും എങ്ങനെ പോയാലും വരും. ഇപ്പൊ ചോട്ടാ മുംബൈയില് കടലില് ആയിട്ട് ബന്ധപ്പെട്ട സീക്വൻസുകൾ ഇല്ലെങ്കിലും ബിജുക്കുട്ടന്റെ ഫാമിലി ഫുൾ ഉള്ളത് കടലില്ല. ബിജുക്കുട്ടൻ അവസാനം മത്സ്യത്തൊഴിലാളിയായിട്ടാണല്ലോ നെറ്റ്വർക്കിങ്ങിനാണല്ലോ. പിന്നെ കടലിന്റെ ഉപ്പുകാറ്റേറ്റ് കൂടുന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മള് കടല് നമ്മുടെ അടുത്ത് പ്രദേശം, കടൽ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയാണ്. കൊച്ചിയും ഇതൊക്കെ തന്നെ നമ്മളെന്നും ബോട്ടിലൂടെ യാത്ര ചെയ്യലും കൊച്ചിയിലൊക്കെ ആണെങ്കിലും